അപ്പോൾ അച്ചൂസ് ഐഡിയാസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് മുരുഡേശ്വർ എന്ന ക്ഷേത്രത്തിൽ കാഴ്ചകളാണ്. 4 ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കുറച്ച് ഒരു വീതിയുള്ള ഒരു റോഡിൻ്റെ അരികിന് കുറച്ച് സ്ഥലം മാത്രമാണ് കരയുള്ളത്. ബാക്കി 3.25 കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരമ്പലമാണ്. ഒരു ചെറിയ കുന്നിൻ്റെ മുകളിൽ ആണ് ഈ അമ്പലം നിൽക്കുന്നത്. കോയമ്പത്തൂർ ഇഷയ്ക്കുള്ളത് പോലെ ഇപ്പോൾ കണ്ടില്ലേ, അതുപോലെയുള്ള ഒരു വലിയ ശിവൻ്റെ പ്രതിമയാണ് ഈ കാണുന്നത്. ഏറ്റവും അതിൻ്റെ ഭാഗത്ത് ഒരുപാട് പൊക്കത്തിൽ ഒരു ബിൽഡിങ് പോലെ ഒരു ഗോപുരമാണ് കെട്ടിയിരിക്കുന്നത്. അതിൽ സ്കഫോൾഡിങ് 4 വശവും സ്കഫോൾഡിങ് ഫിറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പെയിൻറ്റിങ് വർക്കും ഡിസൈൻ വർക്കും എല്ലാം ചെയ്യാൻ വേണ്ടിയാണ് അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനൊക്കെ സ്കഫോൾഡ് ഫിറ്റ് ചെയ്യാൻ തന്നെ മാസങ്ങളോളം എടുത്തിട്ടുണ്ടാവും. അത്രയും ഹാർഡായിട്ടുള്ള വർക്കാണ്. കണ്ടോ, ആ ബിൽഡിങ്ങിൻ്റെ പൊക്കം കണ്ടോ? ആ കുന്നിൻ്റെ മുകളിൽ ശിവൻ്റെ ആ പ്രതിമ തന്നെ അത്രയും ഹൈറ്റിലാണ്. ഏകദേശം അതിൻ്റെ ഹൈറ്റ് വരെ പൊക്കിയിട്ടാണ് നിർത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് തോന്നുന്നത്. ഏറ്റവും താഴത്താണത്, അത്രയും പൊക്കിയിട്ട്. അങ്ങനെ ഇതാണ്ടോ, ഈ കാണുന്നത് ഫുള്ള് കടലിലെ തിരമാലകളാണ്. കടലിൽ നിന്ന് വരുന്ന ഈ തിരമാലകളാണ് ഇത് ഫുള്ള് കാണുന്നത്. 4 ഭാഗം ഇങ്ങനെ കടൽ പരന്ന് കിടക്കുകയാണ്. അത് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ചും നിങ്ങൾ പോകേണ്ട ഒരു സ്ഥലമാണ്. കർണാടക സ്റ്റേറ്റിലാണ് മുരുഡേശ്വർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഉള്ളത്. ഇതിപ്പോൾ അവിടെ പ്രതിമയുടെയൊക്കെ അടിഭാഗത്ത് അമ്പലം പോലെയാണ്. ആ അമ്പലത്തിൻ്റെ താഴത്ത് ആണ് ഇത്. ബസ് പാർക്ക് ചെയ്ത റോഡിൻ്റെ ഒരരികിലുള്ളതാണ് കേട്ടോ. അത് അതിൻ്റെ ഇടയിൽ എഡിറ്റിങ്ങിൽ കുറച്ച് മുൻപിലായി പോയതാണ്. ഇത് കണ്ടോളൂ, അതിൻ്റെ ആ പ്രതിമയുടെ നേരെ താഴെയായി ഒരു നന്ദി, അതായത് ശിവൻ്റെ വാഹനമായ നന്ദി ഉണ്ടല്ലോ, ആ നന്ദി പശുവാണ്. അതിൻ്റെ വലിയൊരു പ്രതിമയാണ്. നല്ല ഭംഗിയായിട്ട് ആഭരണഭൂഷിതയായി അവിടെ കിടക്കുന്ന, ശിവനെയും നോക്കി കിഴക്കു ഭാഗത്തേക്ക് ദർശനവുമായി കിടക്കുന്ന ഒരു പ്രതിമയാണ് ഇത്. ആ പ്രതിമയുടെ മുമ്പിലുള്ള ഒരു നടപ്പന്തൽ പോലെയുള്ള ഒരു വിശ്രമ കേന്ദ്രമാണ്. ഇത് ആ പ്രതിമയുടെ അടിഭാഗമാണ് കേട്ടോ. ഒരു അമ്പലം പോലെയാണിത്. പ്രതിമയുടെ ആ അടിഭാഗത്ത് ഒരു അമ്പലം പോലെ വിശ്രമ കേന്ദ്രവും അതിൻ്റെ ഏറ്റവും നടുവിലായി ശിവൻ്റെ ഒരു പ്രതിഷ്ഠ, വിളക്കൊക്കെ കൊളുത്തി ആരാധിക്കുന്ന ഒരു പ്രതിമയും എല്ലാം അവിടെ അതിൻ്റെ അടിഭാഗത്തുള്ളിലായിട്ടുണ്ട്. ഇത് അർജുനൻ്റെ തേര്, ശ്രീകൃഷ്ണൻ തെളിക്കുന്ന, കുതിരകളെ വെച്ച് തെളിക്കുന്ന ആ ഒരു പ്രതിമ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ നേരെ തെക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. വളരെ ഭംഗി തോന്നും അത് കണ്ടു കഴിഞ്ഞാൽ. ഇതൊക്കെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. റെസ്റ്റോറൻറ്റുകളും പല വലിയ ഹോട്ടൽസ്, ബിൽഡിങ്, അപ്പാർട്ട്മെൻറ്റുകളാണ് അവിടെയുള്ളത്. ഇത് അതിൻ്റെ അപ്പുറത്തുള്ള കടലുകളാണ്. ആ കടലിൻ്റെ കാഴ്ച തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നിന്ന് കണ്ടുപോകും. അത് അവിടെ എത്ര നിന്നാലും നമുക്ക് അവിടുന്ന് പോരാൻ തോന്നില്ല. ആ കാഴ്ച അത്രയും അതിമനോഹരമാണ്. ഇതാ വീണ്ടും ആ അടിവശത്ത് കെട്ടിപ്പൊക്കിയിട്ടുള്ള ഗോപുരം വീണ്ടും കാണുന്നത്. ഇത് 4 ഭാഗവും കടലാൽ ചുറ്റുപെട്ട് കിടക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ തീർച്ചയായും കഴിയുന്നവർ കർണാടക ഡിസ്ട്രിക്റ്റിൽ മൂകാംബിക യാത്രയോടുകൂടി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മുരുഡേശ്വർ എന്ന് പറയുന്നത്. കോയമ്പത്തൂർ ഇഷ
എന്ന് പറഞ്ഞതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ ഇഷയുടെ പ്രതിമ ബ്ലാക്ക് കലർന്ന ഒരു രൂപത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് രാത്രിയിൽ പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റോട് കൂടി അവിടെ ലൈറ്റിംഗ് ഷോ ഒക്കെ ഉണ്ട്. ഇത് ഒരു സിമൻറ്റ് കളറിൽ ഉള്ള ശിവനാണ് ഇവിടെ പ്രതിമ. ഇതുണ്ടോ, കാണുന്നുണ്ടല്ലോ നിങ്ങളെല്ലാവരും. ഇത് ഒരു തവിട് കളറിൽ ഒരു ഗ്രേ ഒക്കെ ആ ഒരു രൂപത്തിലുള്ള ശിവനാണ്. ഇത് ലോകത്തിൽ തന്നെ പ്രതിമയിൽ പൊക്കത്തിൽ 2ാം സ്ഥാനമുള്ള ശിവലിംഗമാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് ഒപ്പം വന്ന നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സുകളൊക്കെയാണ്. ഇതാണ് നേരെ കുറച്ച് താഴെ മുതലാണ് ഇത് പിന്നെ ഫോട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ എല്ലാവരും പോയി കാണേണ്ട സ്ഥലമാണ്. അപ്പോൾ എല്ലാവരോടും പ്രത്യേകം പറയുകയാണ്, നമ്മൾ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. അപ്പോൾ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോ എല്ലാവർക്കും കാണാൻ കഴിയും. എല്ലാവർക്കും ബൈ ബൈ.